ചരിത്രത്തിൻ്റെ ശില്പശാലയായ പട്ടടക്കൽ എന്ന ചാലൂക്യരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് സ്വാഗതം. ചാലൂക്യ രാജാക്കന്മാരുടെ പട്ടാഭിഷേകം നടന്നിരുന്ന പുണ്യഭൂമി, കാലത്തിൻ്റെയും കാറ്റിനെയും അതിജീവിച്ച 8ലധികം ചരിത്ര സ്മാരകങ്ങൾ, ബദാമിൻ്റെ നിറമുള്ള സാൻഡ്സ്റ്റോണുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയങ്ങൾ. ഈ കല്ലുകൾക്ക് പറയാനുള്ള കഥകൾ നമ്മൾ കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എത്രയെത്ര യുദ്ധവിജയങ്ങളുടെ, ഒളിപ്പോരുകളുടെ, ചതിയുടെ, വിരഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, മരണത്തിൻ്റെ കഥകൾ നമുക്ക് കേൾക്കാനാകുമായിരുന്നു. എത്രയെത്ര ഓർമ്മകൾ ഉള്ളിലൊതുക്കിയാകും ഈ മനോഹര നിർമ്മിതികൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. ഐഹോളയും ബദാമിയും പട്ടടക്കലുമെല്ലാം മാറി മാറി ചാലൂക്യരുടെ രാജധാനി ആയിരുന്നിട്ടുണ്ട്. എന്നാൽ രാജതലസ്ഥാനം എവിടെ ആണെങ്കിലും രാജാവിൻ്റെ കിരീടധാരണം, അതായത് പട്ടാഭിഷേകം, അത് പട്ടടക്കല്ലിൽ വെച്ചു തന്നെയായിരുന്നു. കാരണം ചാലൂക്യരുടെ പുണ്യഭൂമിയായിരുന്നു മലപ്രഭാ നദീതീരത്തുള്ള പട്ടടക്കൽ. പട്ടടക്കല്ലിൽ മലപ്രഭാ നദി വടക്കോട്ടാണ് ഒഴുകുന്നത്. വടക്കോട്ടൊഴുകുന്ന നദിയുടെ അല്ലെങ്കിൽ ഉത്തരവാഹിനിയുടെ കരയിലുള്ളതെല്ലാം പുണ്യദേശങ്ങളാണ് എന്നാണ് വിശ്വാസം. കാശിയിലെത്തുമ്പോൾ ഗംഗയും ഉത്തരവാഹിനിയാണ്, അതുപോലെ നർമ്മദയും. ഐഹോളയിൽ നിന്നും ബദാമിയിൽ നിന്നും എല്ലാമുള്ള വീഡിയോകൾ നിങ്ങൾ ഈ ചാനലിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. കാണാത്തവർ ഇത് കഴിഞ്ഞ് അത് പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവിടെയെല്ലാം, അതായത് ഐഹോളയിലും ബദാമിയിലുമെല്ലാം പലതരം ക്ഷേത്രങ്ങളുണ്ട്. ശിവൻ, വിഷ്ണു, സൂര്യൻ, ജൈൻ, ദേവി എന്നീ പല ദുർഗാ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ പട്ടടക്കലിൽ നിങ്ങൾക്ക് ശിവക്ഷേത്രങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുക. എല്ലാം ശിവക്ഷേത്രങ്ങളാണെങ്കിലും നിർമ്മാണ ശൈലിയിൽ വ്യത്യാസമുള്ളത്. ചിലത് നോർത്ത് ഇന്ത്യൻ നഗരശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൊനാർക്ക്, ജഗന്നാഥ് പുരി, കേദാർനാഥ്, ബദ്രീനാഥ്, ഭുവനേശ്വരി ഇതിലൊക്കെയുള്ള ഒരു നിർമ്മിതിയുടെ ഒരു ശൈലിയിലാണുള്ളത്. എന്നാൽ ചിലവ സൗത്ത് ഇന്ത്യൻ ദ്രാവിഡ ശൈലിയിലാണ്. അതായത് മഹാബലിപുരത്തെയും തഞ്ചാവൂരിലെയും കാഞ്ചി, കാളഹസ്തി, മധുര തുടങ്ങിയ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു നിർമ്മാണ സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1987 പട്ടടക്കൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ നിർമ്മിതികളെ ഒന്ന് അടുത്തു കാണാം. खराब कर दिया पर दोनों असर नेचुरल भी हुआ, अटैक भी हुआ. हमेशा हिंदू टेम्पल देखिए सर ज़्यादा नदी किनारे पर रहता, मेनी पड़े वाटर, हम्पी, तुंगभद्रा, काशी, वाराणसी, गंगा, अयोध्या, सरयू. हमेशा हिंदू टेम्पल ज़्यादा किनारे पर रहता है, मेनी पड़े वाटर. ऑल टेम्पल फेसिंग ईस्ट डायरेक्शन, ईस्ट फेसिंग सर. टेम्पल फेसिंग ईस्ट फेसिंग सर. द विंडो देखिए स्वस्तिक सर, स्वस्तिक. നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ക്ഷേത്രം ഘാടസിദ്ധേശ്വര ക്ഷേത്രമാണ്. മലപ്രഭാ നദിക്ക് അഭിമുഖമായി ഗലകനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ ക്ഷേത്രം ഭാഗികമായി തകർന്ന നിലയിലാണ്. ഭദ്രയും വീരഭദ്രനുമാണ് ദ്വാരപാലകർ. ഇവരുടെ ശില്പങ്ങൾ തന്നെ പാതി തകർന്ന നിലയിലാണ്. മണ്ഡപത്തിൻ്റെ മേൽത്തട്ടും നഷ്ടമായിരിക്കുന്നു. 8ാം നൂറ്റാണ്ടിൽ നഗരശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഈ സാൻഡ്സ്റ്റോൺസ് അത്ര ഉറപ്പുള്ളതല്ല, പലയിടത്തും പൊട്ടിയിരിക്കുന്നു. അതെല്ലാം ASI പുനർനിർമ്മിച്ചിട്ടുണ്ട്. बोलो सैंडस्टोन सर तो स्ट्रॉन्ग नहीं रहता सर ज़्यादा. देखिए कैसा लेयर खराब हो रहा है सर. तो यूज का सीमेंट डिफॉर्मेंट सर ASI किया अर्बन सर ऑफ इंडिया. ओके हाफ शो ऑफर होते दिस नंदी भृंगी मुनि कहते हैं. ഘാടസിദ്ധേശ്വര ക്ഷേത്രത്തിൻ്റെ ചുമരിലെ ആദ്യ ശില്പം അർദ്ധനാരീശ്വരനാണ്. നന്ദിയും പിറകിലുണ്ട്. മറുവശത്തായി ഹരിഹര
ശില്പവും കാണാം. കയ്യിൽ ശംഖ് ഉണ്ട്. ശില്പങ്ങൾക്ക് പഴക്കം മൂലമുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. The गर्भगृह, it is अंतराला सर. This one. The पंडित रहता ना सर इधर, 80 चेंबर का था ना अंतराला. That is प्रदक्षिणा पथ. This is सभा मंडप सर. पता डांस हॉल, प्रेयर हॉल, फंक्शन हॉल. Then face मुका मंडप. Then bull temple. Then entrance hall. Then river. All is pots broken. Only 3 pots sir. गर्भगृह, अंतराला, परिक्रमा. ഇത് നട്രാജ് ഇത് ഗളകനാഥ ക്ഷേത്രമാണ്. ഇതൊരു ചെറിയൊരു വലിയ ക്ഷേത്രമായിരുന്നു. അതിൻ്റെ ഈ ശ്രീകോവിലും പ്രദക്ഷിണ വഴിയും മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഇവിടെ ഇതിൻ്റെ മുഖമണ്ഡപവും മുന്നിൽ പ്രവേശനദ്വാരവും അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഗളകനാഥ ക്ഷേത്രത്തിൻ്റെ ഈ തുറന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്കൊരു ശിവപാർവതി ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്ന അവസ്ഥയിലാണ്. ഈ തകർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ശിവലിംഗവും നന്ദിയും ഒക്കെ കാണാം. സംഗമേശ്വര ക്ഷേത്രം പട്ടടക്കലിലെ ആദ്യകാല ക്ഷേത്രങ്ങളിലൊന്നും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നുമാണ് സംഗമേശ്വര ക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിൽ വിജയാദിത്യ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടായിരിക്കാം ഇവിടെ ശിവനെ വിജയേശ്വര എന്നാണ് അറിയപ്പെടുന്നത്. സംഗമേശ്വര ക്ഷേത്രം ഒരു അപൂർണ ക്ഷേത്രമാണ്. അജ്ഞാതമായ ഏതോ കാരണത്താൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ചിലപ്പോൾ രാജാവ് മരണപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ പ്രധാനമായ എന്തെങ്കിലും സംഭവം, യുദ്ധം പോലെ എന്തെങ്കിലും ഉണ്ടായി നിർമ്മാണം തടസ്സപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത മൂലം നിർമ്മാണം നിലച്ചതാവാം. ഏതായാലും ഒരാൾ തുടങ്ങിയ നിർമ്മാണം അടുത്ത രാജാവ് തുടർന്ന് പൂർത്തിയാക്കുന്നതിന് പകരം പുതിയ രാജാവ് പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് ഇവിടുത്തെ പതിവ് എന്ന് കാണാം. അകത്ത് ശിവലിംഗം കാണാം. അപൂർണമായ ശില്പങ്ങൾ ഉണ്ട്. ഒരു ശില്പങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി വരച്ചൊക്കെ വെച്ചിട്ടുള്ള അപൂർണമായ ശില്പങ്ങൾ ധാരാളം ഇവിടെ കാണാം. ആ ശില്പങ്ങൾക്കുള്ള ആകൃതിയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നതെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വിരൂപാക്ഷ ക്ഷേത്രമാണ്. ഈ സമുച്ചയത്തിലെ ഏറ്റവും വലുതും കാര്യമായ കേടുപാടുകൾ പറ്റാത്തതുമായ ഒരു ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായി ദ്രാവിഡ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ലോകേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു.
വിക്രമാദിത്യ രാജാവ് യുദ്ധത്തിൽ കാഞ്ചി കീഴടക്കിയതിൻ്റെ വിജയസൂചകമായി ലോകമഹാദേവി നിർമ്മിച്ചതാണ് കാഞ്ചിയിലെ കൈലാസനാഥ ക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന് താങ്ങി നിർത്തുന്ന 18 ചതുരത്തൂണുകളിൽ രാമായണം, മഹാഭാരതം, ജാതക കഥകൾ തുടങ്ങിയവ കൊത്തിവെച്ചിട്ടുണ്ട്. नहीं तो मैसूर का था ओडियर का एम्बलम सर राजमुद्रा ओडियर का गंडा विरुंडा करके सर दिस नटराज मुद्रा डांसिंग शिवा सर दिस वन त्रिशूल देव स्नेक देव नटराज डांसिंग शिवा सर इधर टू पीकॉक देव सर टू पीकॉक मिडिल स्टिक देव सर सर टॉप पे देखिए सर मुंह रखा हुआ टू मोर टू पीकॉक मेडिकल आईएमए इसमें आईएमए स्नेक आते हैं ना सर स्नेक पीकॉक है सर थोड़ा डिफरेंट होते हैं सर वो देखिए सर लास्ट वन शिवा here പാർവതി here നന്ദി the peacock ഈ design കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ കൊത്തുപണികളുള്ളത് ഇവിടെയാണെന്ന് തോന്നുന്നു. inside and outside sir both carved different designs so विष्णु देव सर विष्णु भगवान लॉर्ड विष्णु इतने सुंदर स्माइल फेसिंग देखिए सर कल अयोध्या में रख ले रामलला की मूर्ति रख ले सेम देखिए सर शंख है चक्र है वाण गरुड़ है तो सिमेट्रिकल विंडो सर कल विजिट क्या प्रोडक्शन है गोदामी सर कॉमन आप देखिए टू स्नेक हेड देयर सर टॉप है टू स्नेक हेड सर एक पूजा होता है एक जूता निकल पड़े ക്ഷേത്രത്തിൽ പൂജ തുടങ്ങി നമുക്ക് ചെരുപ്പഴിച്ചു വെച്ച് അകത്ത് കയറാം എന്നുള്ള ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അകത്തേക്ക് കയറി. ऋषि मुनि हाँ बहुत सारे देखिए सर देवता लोगों ने पूछे के लिए आ रहे देखिए सर टॉप पे देखिए सर टू एलिफेंट वॉर कर टू एलिफेंट हाँ डिजाइन तो देखिए सर बहुत डिफरेंट है कार्विंग्स इनसाइड एंड आउटसाइड हमेशा देखिए सर अब में महेश आता है ना सर ये शिवजी फॉलोअर है ना सर शिव का टेम्पल है ना शिव का मिडिल रख लिया सर शिवा पार्वती को विष्णु को लास्ट रख दिया शंख है चक्र है ये ब्रह्मा शिवा विष्णु हमेशा ब्रह्मा विष्णु महेश रामा लक्ष्मण जेती वनवास करते ना सर पंचवटी में रहता नासिक आता है ना दंडकारण्य वो रावण को बहन सुरपान की सिस्टर मैरिज के लिए पूछते हैं ना रावण गुस्सा होके उसका नाक कट करते हैं ना कान कट करते हैं ना अपन भाई को जाके रावण को झूठ बताता है रावण है वॉर करने के लिए ठीक है सर सीता रामा लक्ष्मण वॉर होता है फिर वॉर में रावण सैनिक हरते हैं ना सर रावण को अमान होते हैं ना ये तो मारिच सर गोल्डन डियर होते हैं गोल्डन डियर हाँ सीता रामा लक्ष्मण हाँ घर का सामने बोलते हैं सर ये डियर घूम रहा है ना हाँ सीता पूछते मेरे को चाहिए राम उसको लेके जाते हैं ना सर मिलेगा नहीं ना लास्ट में वाहन प्रयोग करते हैं पुकारते हैं ना हाँ लक्ष्मणा हाँ सीता सीता को सुनते हैं ना सर माता को लक्ष्मण को बताते हैं ना लक्ष्मण लाइन रहता है लक्ष्मण रेखा जब रावण भिक्ष मान के ले आते हैं ना ये किडनैप करते पुस्तक क्यों माना सर लास्ट में स्टॉप करता है जटायु पंख कट करते हैं ना लास्ट में जटायु उसको बता के मरता है जब जाके लंका मरेगा श्रीलंका തൂണിൻ്റെ അടുത്ത വശത്ത് രാമായണത്തിലെ തന്നെ ഭാഗങ്ങളാണ് ഈ സമുദ്രം കടക്കാൻ വേണ്ടി നടത്തുന്ന ആലോചനകളും ഹനുമാൻ സമുദ്രം കടക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ് ഇവിടെ കുത്തിവെച്ചിട്ടുള്ളത്. अंगद जाम्बव नल नील मीटिंग करता है ना सर किसको बेचना है किसको ताकत है हनुमंत की चुनेत करते हैं ना सर वाहनों जो मिलते हैं ना सेतु राम सेतु ब्रिज पहले लंकिनी मिलते हैं समुद्र सर लंकिनी संहार करते हैं ना सर डायरेक्ट सीता मत को मिलते हैं सर हनुमान से बातचीत करते हैं ना हनुमान अशोक को नाश कहते हैं ना सर वो रावण को मालूम होता है ना रावण उसको पकड़ने के लिए इधर भेजता सर फिर एक तरफ से कम सर देखिए सर फिर हनुमान है ना सर फिर रावण वार होते हैं ना सर फिर रावण सैनिक ही हरते हैं ना सर उसके बाद रावण का बेटा बोलता है इंद्रजीत का था सर मेघनादा हाँ उसके पीछे हाथ बांध के हनुमान को दरबार को लेके आता सर दिस साइड कम सर ठीक है सर रावण देखिए सर चेयर में बैठते हैं ना रामा हनुमान क्या करता है अपन टेल को गोल गोल बना के उसको हाइट बैठते हैं ना उसका गुस्सा आ जाता है ना उसको टेल को आग लगते हैं ना अभी लंका दहन हो देखिए सर देखिए रो रहा है चला रहा है टू पिलर रामायण लाइक बहुत अच्छा है दिस साइड कम सर देखिए सर वो हेयर स्टाइल देखिए सर बन कहते हैं सर बन हेयर स्टाइल ड्रेस
बहुत सारे फैशन वो टाइम तो फैशन तो होगा मतलब फैशन करता नया नहीं कहते ना कहते इट इज रिफिट दैट इज समुद्र मथन सर दिस वन क्रूज समुद्र मथन असुलो एंड टेल देवदलो मथन करते हैं पॉइजन आता शिव पीताने विषकंठ नीलकंठ दैट इज समुद्र मथन सर अमृत मथन भीष्माचार्य बांध के परशु होते ना भीष्म पितामह भीष्माचार्य अर्जुना साथ कृष्ण सर ये कौरव पांडव वो कहते सारी पट बोलते चौपट बोलते कौरव पांडव शकुनी सर दुशासन सर द्रौपदी वस्त्राण करता ना साड़ी खींचते ना दुर्योधन सर लास्ट में एक लेक में बैठते सर दुर्योधन कहता सर वैशंपायन लेक कहते कृष्ण पांडु को भेजता ना भीमा धर्मराजा अर्जुना नकुला सहदेवा उसको गाली देते हैं ना सर जो गुस्सा आके गदाविद करते हैं ना लास्ट में कृष्ण करता है ना इधर मार दो यहाँ पर मरेगा तो दुर्योधन मरेगा ना इधर मरे दुर्योधन न मरेगा ना सर दिस वन स्टोरी सर कृष्ण देखिए करना अर्जुन लड़ाई करा फेस फेस करना अर्जुना बहुत सारे सर आर्मी खाल दड़ा गज दड़ा बहुत देखिए सर डिफरेंट है सर आर्मी सर लड़ाई वॉर महाभारत लड़ाई सर फुल वॉर फुल सीन सर ये सुंदर मूर्ति किधर भी नहीं मिलती सर अयोल में देख ली इतना अच्छा नहीं था सर 7 हार्स देखिए 7 हार्स देर सर लाइट में 3 सर रेड में 3 मिडल 1 दे सर कहता 7 हार्स कहता 7 डेज कहता ना सप्तपदी सप्तस्वर सप्तऋषि सप्तमाता ये सारथी सर अरुणा समझ रहे सर सारथी द बाजू मूवमेंट सर उषा एंड संध्या कहता ना इवनिंग और मॉर्निंग कहता उषा संध्या उषा प्रत्युषा सर बादल दे सर इतनी सुंदर दिखे सर सनगढ़ सूर्य देवा सूर्य भगवान ക്ഷേത്ര കവാടത്തിൽ ദ്വാരപാലകരുണ്ട് പിന്നെ മുമ്പിലായിട്ട് ഒരു നന്ദിയുണ്ട് മനോഹരമായി അലങ്കരിച്ച് ഒരു നന്ദിയുണ്ട് അങ്ങനെ വിരൂപാക്ഷ ക്ഷേത്രത്തിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം നമ്മൾ മല്ലികാർജുന ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ വിരൂപാക്ഷ ക്ഷേത്രത്തെയും മല്ലികാർജുന ക്ഷേത്രത്തെയും കൂടി ചേർത്തിട്ട് ട്വിൻ ടെമ്പിൾസ് എന്ന് പറയാറുണ്ട് ഇവിടെ ശിവൻ ത്രിലോകേശ്വരൻ എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നത് ഈ നമ്മൾ ആദ്യം കണ്ട വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിച്ച ലോകമഹാദേവിയുടെ ഇളയ സഹോദരിയായ ത്രിലോകമഹാദേവിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രം നിർമ്മിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ കാഞ്ചിയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാഞ്ചിയിലുള്ള കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ അതേ രൂപഘടനയിലാണ് ഈ ക്ഷേത്രം विरूपाक्ष मल्लिकार्जुन 2 टेंपल सेम टाइमिंग सेम स्टोरी है लेकिन टेंपल पूजन हो जाता इस कृष्ण लिफ्ट द गोवर्धनगिरी नारे कृष्ण बचपन का दिन सरे कृष्ण और बलराम मिलकर संहार करते हैं ना असुर को सरे हनुमंत राम पूज करता सर रामेश्वरम कहते ना सर तमिलनाडु रामेश्वरम इधर रामेश्वरम सर इधर राजा रानी होगा राजा नृत्य की डांस कर रहा है भजन और बजा रहा है दैट दर्पण सुंदरी दर्पण इज मिरर इतनी पुरातन स्टोरी दे सर टू स्टोरी दे सर पंचतंत्र कहते ना सर क्रोकोडाइल एंड मंकी दिस मुंगूसन स्नेक स्टोरी सर मुंगूसन स्नेक एक दिन को बच्चों को अंदर छोड़ के उनमें ना सर वाटर आने के लिए बाहर जाते हैं ना वो स्नेक आता ना सर കൊച്ചു കുഞ്ഞിനെ നോക്കാൻ കീരിയെ ആക്കി അമ്മ വെള്ളമെടുക്കാൻ വേറെ പഴയ ജാതക നമ്മൾ കേട്ടത് ഓർമ്മയില്ലേ ആ കഥയുടെ ചിത്രീകരണം स्टोरी दी सर मालूम है ना सर पुरातन स्टोरी
അങ്ങനെ മനോഹരമായ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിന് തൊട്ടടുത്തായി ഒരു ചെറിയ കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. അത് നഗരശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പട്ടടക്കലിലെ കാഴ്ചകളെല്ലാം അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഗുഡ് ബൈ.